Hello students, today we can deal with another lesson, the geographical setting and prehistoric cultures of India. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ജോഗ്രഫിയെക്കുറിച്ചൊരു അത്യാവശ്യ നോളജൊക്കെ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ സെറ്റിങ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. Geographically speaking, the Indian subcontinent in ancient times include the present-day India, Bangladesh, Nepal, Bhutan and Pakistan. On the basis of geographical diversities, the subcontinent can be broadly divided into following main regions. ഏതൊക്കെയാണ് ആ regions? Himalayas, river plains of India and the peninsular India. അപ്പോൾ Himalayas, the river plains of North India and the peninsular India. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ആദ്യം നമുക്ക് ഹിമാലയാസിനെ കുറിച്ച് നോക്കാം. ഹിമാലയാസ് ആർ ദ വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2400 kilometers long. These ranges have not only check invasions but have also protected us from cold winds coming from നോർത്ത്. നോർത്തിൽ നിന്ന് വരുന്ന കോൾഡ് വിൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോപ്പ് ദ മൺസൂൺ വിൻസ് ഫ്രം ദ സീസ് വിച്ച് റിസൾട്ട്സ് ഇൻ റെയിൻഫോൾ ഇൻ നോർത്തേൺ പ്ലെയിൻസ്. നമുക്ക് പ്രൊട്ടക്ഷനാണ് ഹിമാലയാസ് തരുന്നത്. ഇൻവാൻഷൻസ് ഒക്കെ തടയുന്നുണ്ട്, കടന്നുകയറ്റം ഒക്കെ തടയുന്നു. അതുപോലെ തന്നെ കോൾഡ് വിൻസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. However, there are some mountain passes which, though difficult, have provided access to determine invaders, traders, missionaries. ഇങ്ങനെ ഈ മൗണ്ടെയിൻ പാസസുകളിലൂടെ ട്രേഡേഴ്സും മിഷണറീസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ ഏഷ്യ, ചൈന, ടിബറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ടൊരു കൾച്ചറൽ കോണ്ടാക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ നോർത്ത് വെസ്റ്റേൺ direction in the broken Himalayan ranges contain the major routes linking the Indian plains with Iran and Central Asia through Afghanistan. അപ്പോൾ ഇങ്ങനത്തെ മൗണ്ടെയിൻ പാസസും ബ്രോക്കൺ ഹിമാലയൻ റേഞ്ചസും ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്രീക്സ് അതുപോലെ തന്നെ മറ്റു ഫോറിൻ ട്രൈബുകളും ഒക്കെ ഈ റൂട്ട് ഫോളോ ചെയ്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരെ ഒരു കൾച്ചറൽ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചിരിക്കുന്നു. അപ്പം ഹിമാലയാസിൻ്റെ ഒരു മാപ്പ് ഗ്രേറ്റ് നോർത്തേൺ മൗണ്ടെയ്ൻസിൻ്റെ ഒരു മാപ്പ് ഇവിടെ ഉണ്ട്. അപ്പം ഇത് ശ്രദ്ധിച്ച് വെക്കണം, കാരണം ഇതിൽ നമുക്ക് ചിലപ്പോൾ മാപ്പ് തന്നിട്ട് ലേബിൾ ചെയ്യാനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് ഇതൊന്ന് നോക്കി വയ്ക്കുക. അടുത്തത് ദ റിവർ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യയാണ്. ദ ഹിമാലയാസ് ഓൾസോ പ്രൊവൈഡ് ഇന്ത്യ വിത്ത് 3 river systems dominated by Indus, Ganges and Brahmaputra. These rivers made their respective regions fertile and attracted both settlers and invaders. നമുക്കിപ്പോൾ ഒരു റിവർ സിസ്റ്റത്തെയും കുറിച്ച് നോക്കാം. ദ ഇൻഡസ് പ്ലെയിൻസ് ഇൻക്ലൂഡ് ദ റീജിയൻ പഞ്ചാബ് ആൻഡ് സിന്ധ്. ഓർത്ത് വയ്ക്കുക, ഇൻഡസ് പ്ലെയിൻസിൽ ഏതൊക്കെ റീജിയനാണ്? പഞ്ചാബ് ആൻഡ് സിന്ധ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഇവിടുത്തെ ഈ ഇൻഡസ് റിവറിൻ്റെ ട്രൈബ്യൂട്ടറീസ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഫെർട്ടൈൽ പ്ലെയിനായി മാറി. അപ്പോൾ ഫെർട്ടിലിറ്റി കൂടുമ്പോൾ അവിടെ ഇൻവേർട്ടേഴ്സും ട്രേഡേഴ്സും ഒക്കെ വരികയും സെറ്റിൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവിടെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ റീജിയൻസിൽ നടന്നു. അപ്പോൾ ഈ റീജിയനെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ബിക്കോസ് ദിസ് റീജിയൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വീറ്റ് കൾട്ടിവേഷൻ. The strategic location and richness of Punjab region has attracted foreign invaders since ancient past. The Sindh region include the lower Indus Valley and the Delta. It is the Indus plain which witnessed the development of urbanized culture called Harappan culture for the first time in the subcontinent. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. Indus plains witnessed the development of an urbanized culture called Harappan culture for first time in subcontinent. ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇനി മുന്നോട്ടുള്ള പാഠങ്ങളിൽ ഇത് നമ്മൾ പഠിക്കും. The next is Gangetic Basin. Gangetic Basin ഇൻഡസ് റീജിയനേക്കാട്ടിലും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ള റീജിയനാണ്, കാരണം അവിടെ കൂടുതൽ റെയിൻഫോൾ കിട്ടുന്നുണ്ട്. Gangetic Plains is divided into 3 subtypes. ഏതൊക്കെയാണ്? അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. അപ്പോൾ അപ്പർ പ്ലെയിൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? വെസ്റ്റേൺ ആൻഡ് സദേൺ പാർട്സ് ഓഫ് ഉത്തർപ്രദേശാണ്. ഈ റീജിയനിൽ
ആക്റ്റീവ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ലേറ്റ് വേദിക് പീരീഡിൽ ആര്യൻസ് ഒക്കെ ആയിരുന്നു ഇവിടെ ഇൻഹാബിറ്റ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഇവർ അഗ്രികൾച്ചറൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. മിഡിൽ ഗാംഗറ്റിക് പ്ലെയിൻസ് വിച്ച് ഈസ് മോർ ഫെർട്ടൈൽ ആൻഡ് ഹാസ് മോർ റെയിൻഫോൾ ഇൻക്ലൂഡ് ഈസ്റ്റേൺ ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. ഇറ്റ് ഈസ് ദ റീജിയൻ വെയർ മഹാജൻപദാസ് ലൈക്ക് കോസല, കാസി ആൻഡ് മഗധ വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 6th century BC. അപ്പം ഇത് ഓർത്ത് വയ്ക്കുക, മഹാജനപദാസ് ഇത് ഓർത്ത് വയ്ക്കുക. ദ ടു മെയിൻ റിലീജിയൻസ് ഓഫ് ഇന്ത്യ, ജൈനിസം ആൻഡ് ബുദ്ധിസം ഓൾസോ ടുക്ക് ദെയർ ബർത്ത് ഹിയർ. അപ്പോൾ ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയൊക്കെ ഒരു ബർത്ത് ഉണ്ടായത് മിഡിൽ ഗാംഗറ്റിക് പ്ലെയിൻസിൽ നിന്നാണ്. ഇനി ലോവർ ഗാംഗറ്റിക് പ്ലെയിൻസ്, അതിൽ ബംഗാൾ റീജിയൻ ആണ് ഉൾപ്പെടുന്നത്. ഇറ്റ്സ് നോർത്തേൺ പാർട്ട് ഈസ് ഇറിഗേറ്റഡ് ബൈ ദ ബ്രഹ്മപുത്ര. The high rainfall in this region created dense forest and marshy land which made it difficult for development of settlements in the beginning. But its coastal areas served as important channels of communication with other regions of the subcontinent and also with Southeast Asian countries. Tamralipti or Tamluk was an important seaport of this region. ഇപ്പോൾ ഈ റീജിയൻ്റെ ഇമ്പോർട്ടൻറ്റ് സീപോർട്ടാണ് തംലുക്, അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഇത് പങ്കുവച്ചിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ദ ഈസ്റ്റേൺ ഇന്ത്യ നോർമലി റെഫേഴ്സ് ടു കോസ്റ്റൽ പ്ലെയിൻസ് ഫോം ബൈ ദ റിവർ മഹാനദി ആൻഡ് അതർ സ്ട്രീംസ്. ദ ഫെർട്ടൈൽ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ദിസ് റീജിയൻ ഹെൽപ്പ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് agriculture, society and culture. This came into contact with Gangetic culture from the time of Nandas and the Mauryas. Around AD 1000, Orissa began to develop a distinct linguistic and cultural identity. ഇപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുമ്പം തന്നെ റിവർ മഹാനദിയും അതിൻ്റെ സ്ട്രീംസൊക്കെ ഉള്ള കോസ്റ്റൽ പ്ലെയിൻസ് ആണെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ അവിടെ ഫെർട്ടൈൽ കോസ്റ്റൽ പ്ലെയിൻസ് ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ, സൊസൈറ്റി, കൾച്ചറിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് നടന്നു. ഇനി വെസ്റ്റേൺ ഇന്ത്യ എന്താണെന്ന് നോക്കാം. വെസ്റ്റേൺ ഇന്ത്യ റെഫേഴ്സ് ടു റീജിയൻസ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. ഇവിടെ ബ്ലാക്ക് സോയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. ബ്ലാക്ക് സോയിൽ ഈസ് ഗുഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. The Thar desert of Rajasthan, surrounded by the semi-arid region, was not as fertile as the Gangetic plains. As a result, this region was not much favorable for cultivation. അപ്പോൾ താർ ഡെസേർട്ട് റീജിയൻ ഒന്നും കൾട്ടിവേഷന് ഫേവറബിൾ അല്ലായിരുന്നു. However, later in the 8th AD, with the growth of irrigation mechanism in the form of Persian wheel, many settlements emerged here. അപ്പോൾ പേർഷ്യൻ വീൽസിൻ്റെയൊക്കെ ഇൻവെൻഷനൊക്കെ വന്നപ്പോൾ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഇവിടെ കൂടി വന്നു. രാജസ്ഥാൻ ഈസ് ഓൾസോ ദ ഹോം ഓഫ് രാജ്പുത് ക്ലാൻസ്. ഇൻ ഗുജറാത്ത്, ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ഓഫ് റിവർ സബർമതി, മാഹി, നർമ്മദ ആൻഡ് തപ്തി brought prosperity. A very long coastal line to help Gujarat to develop contacts with other countries through its ports. The most important seaport of this region has been Bharuch. Bharuch എന്ന് പറഞ്ഞ പോർട്ട്, അതാണ് ഈ റീജിയനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീപോർട്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക.